ഒപ്പം ഡാൻ കുര്യനുമുണ്ട്. ആദ്യം അനീഷിലേക്കൊന്ന് പോകണം. അനീഷ്, ഈ മലബാർ ജില്ല പ്രത്യേകിച്ച് കോഴിക്കോടും ഈ സമരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായി ഉണ്ടായിരുന്നല്ലോ. ഫ്രട്ടേണിറ്റിയും MSF ഒക്കെ സമരരംഗത്താണ്. അപ്പോഴും ഈ സർക്കാരിന്റെ വാദങ്ങൾ സംസ്ഥാനത്ത് ഒരു ജില്ലകളിലും സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് ഇന്നലെ മന്ത്രി അടക്കം വന്ന് പറയുന്നു. അതിൽ കണക്കുകൾ പൊരുത്തപ്പെടുന്നുമില്ല മന്ത്രിയുടെ ഭാഗത്തോട്. നേരത്തെ അനുമോദ് പറഞ്ഞ പോലെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കണക്ക് സർക്കാരിന്റെ കണക്കൊക്കെ വ്യത്യാസമാണ്. അനീഷിലേക്ക് വരാം. പ്രശ്നമുണ്ട്, അനീഷിന്റെ സാങ്കേതിക പ്രശ്നമുണ്ട്. ഡാന്, ഇവിടെ ഞാൻ മനസ്സിലാകുന്നത് ഇന്ന് സംസ്ഥാനമൊട്ടാകെ KSUവിന്റെ സമരമുണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ ബന്ധാണ് KSUവിന്റെ. ഒപ്പം അലോഷ്യസ് സേവ്യർ ഒക്കെ സമരരംഗത്തുണ്ട്. ചാല സ്കൂളിലൊക്കെ എത്തിയവർ സമരത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. ഈ പ്രതിസന്ധിയെ കള്ളക്കണക്ക് കൊണ്ട് ന്യായീകരിക്കാൻ എത്ര നാൾ സർക്കാരിന് കഴിയുമെന്നുള്ളതല്ലേ? കാരണം വിദ്യാർത്ഥി സംഘങ്ങളുടെ പക്കൽ കൃത്യമായ കണക്കുണ്ടല്ലോ. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കണക്കിലും വ്യത്യാസമുണ്ടല്ലോ. ഇതിനെ എത്ര നാൾ കൊണ്ടുപോകാൻ സാധിക്കും? ഏത് തരത്തിലാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്? പ്രത്യേകിച്ചും മലബാർ പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയിലാണ് ഈ പ്രതിസന്ധി എന്നുള്ളത് പലർക്കും രാഷ്ട്രീയ ആയുധവുമാകുന്ന പശ്ചാത്തലമുണ്ടല്ലോ. രഞ്ജിത്ത്, സ്വാഭാവികമായി മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി മാത്രമാണ് ഈ കണക്കുകൾ ഇത്തരത്തിൽ പുറത്തുവിടുന്നതിലൂടെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സീറ്റുകൾ ലഭ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. സ്വാഭാവികമായി അത് മറ്റ് യുവജന സംഘടനകൾ ഏറ്റെടുക്കുക എന്നത് അനിവാര്യമായ ഒരു പ്രതിഷേധത്തിന്റെ ശൈലിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. അതാണ് കഴിഞ്ഞ തുടർച്ചയായ ഏതാനും ദിവസങ്ങളായി മലപ്പുറത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും നിയമസഭാ സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു വെല്ലുവിളി പ്രതിസന്ധി സർക്കാരിന് മുമ്പിൽ ഒരു തലവേദനയായി മാറിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സംസ്ഥാന വ്യാപകമായ പഠിപ്പ് മുടക്കാണ് KSUവിന്റെ നേതൃത്വത്തിൽ ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാല ഹയർ സെക്കൻഡറി സ്കൂളിൽ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള മറ്റ് ഭാരവാഹികൾ എത്തിയാണ് പഠിപ്പ് മുടക്കിന് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്ത് മുഴുവൻ അതുതന്നെയാണ് സാഹചര്യം. ഇത് സജീവമായ പ്രതിഷേധ രീതികളിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 12 മണിക്ക് സമാനമായ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ പോവുകയാണ് യൂത്ത് ലീഗ്. സ്വാഭാവികമായും പ്രകോപനപരമായ രീതിയിലേക്ക് ആ മാർച്ച് മാറുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് പോലീസ്. എന്തായാലും ഈ കണക്കുകൾ നിരത്തിക്കൊണ്ട് മാത്രം ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്ന കാര്യം സർക്കാരിനറിയാം, വിദ്യാഭ്യാസ വകുപ്പിനറിയാം, പ്രതിപക്ഷ സംഘടനകൾക്കെല്ലാം അറിയാം. അത് തന്നെയാണ് പ്രായോഗികമായ ഒരു ഇടപെടലിലേക്ക് സർക്കാരിനെ നിർബന്ധിതരാക്കുന്നത്. എന്തായാലും 2 മണിക്കാണ് സെക്രട്ടേറിയറ്റ് അനക്സിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി നേതൃത്വം നൽകുന്ന ചർച്ച നടക്കാൻ പോകുന്നത്. യുവജന സംഘടനകളുടെ SFI ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആ ചർച്ചയിൽ വെച്ച് പ്രശ്നപരിഹാരം ഉരുത്തിരിയുന്നില്ല എങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിക്കുക. അത് സമരത്തിന്റെ ശൈലി മാറ്റുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും.